കോതമംഗലത്ത് 23-കാരിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾ ഒളിവിൽ. ഇന്ന് ചോദ്യം ചെയ്യാനുള്ള പോലീസ് നീക്കത്തിനിടെയാണ് ഒളിവിൽ പോയത്. മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. ഒളിവിൽ പോയവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ യുവതിയുടെ സുഹൃത്തിന്റെ മൊഴി ഇന്നെടുക്കും. എസ് ശരണിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, NIA അന്വേഷിക്കണമെന്നാണ് യുവതിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിർബന്ധിത മതപരിവർത്തനമുണ്ടെന്ന് കുടുംബം വിശ്വസിക്കുന്നു. ആ റമീസിന്റെ മാതാപിതാക്കളെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യാനിരുന്നതാണ്. അതിനിടയിൽ അവരെ കാണാനും കേൾക്കാനും ഒന്നുമില്ലേ? വിളിച്ചിട്ടെടുക്കുന്നില്ലേ ഫോൺ? എസ് ശരൺ, അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഏതായാലും അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. അതായത് നേരത്തെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ തന്റെ ആത്മഹത്യക്ക് കാരണക്കാരൻ റമീസ് മാത്രമല്ല, റമീസിന്റെ മാതാപിതാക്കളുമാണെന്നുള്ളത് യുവതി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടുപേർക്കെതിരെ, അതായത് റമീസിന്റെ അച്ഛനും അമ്മയ്ക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനുള്ള നീക്കം പോലീസ് നടത്തിയിരുന്നത്. ഇതോടൊപ്പം തന്നെ ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കഴിഞ്ഞ 2 ദിവസമായിട്ട് പോലീസ് വലിയ രീതിയിൽ തന്നെ പരിശോധനകളിലേക്ക് കടന്നിരുന്നതാണ്. പ്രത്യേകിച്ച് പാനായിക്കുളത്ത് വീട്ടിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും വീട് പൂട്ടിക്കിടക്കുന്ന നിലയിലാണുള്ളത്. ഒപ്പം തന്നെ ബന്ധുവീടുകളിൽ പരിശോധന നടത്തിയെങ്കിലും അവിടെ നിന്ന് ഈ 2 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇവർ ഒളിവിലാണെന്നുള്ളൊരു അനുമാനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇവർക്കായുള്ള തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ വേഗത്തിൽ തന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ചോദ്യം ചെയ്ത അറസ്റ്റ് നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഒരു SIT രൂപീകരിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നത്. ഇന്നലെയാണ് മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ 10-അംഗ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു വശത്ത് മാതാപിതാക്കൾക്കെതിരെയുള്ള അന്വേഷണം തുടരുമ്പോൾ തന്നെയാണ് നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള പരാതി ഉയർന്നതിൽ അതിലും അന്വേഷണം തുടരുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം ഈ യുവതിയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നതാണ്. ഇതിന് പുറമെ ഇനി യുവതിയുടെ സുഹൃത്തിന്റെ മൊഴി എടുക്കേണ്ടതുണ്ട്. അതിന് കാരണം യുവതി നേരത്തെ തൻ്റെ ആൺ സുഹൃത്തിന്റെ വീട്ടിൽ, അതായത് റമീസിന്റെ വീട്ടിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ, ദുരിതമൊക്കെ തന്നെ ഈ സുഹൃത്തിനോട് വിവരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് ഇന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ NIA അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവതിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അവിടെ പ്രധാനമായും ആ കത്തിൽ പറയുന്നത്, അതായത് പോലീസ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പ്രതിക്കെതിരെ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇവിടെ നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് NIA അന്വേഷണത്തിലേക്ക് പോകണമെന്നുള്ളതാണ്. അങ്ങനെ NIA അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി ഇന്നലെയാണ് കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയത്. ശരൺ, അതെന്തായാലും വളരെ നിർഭാഗ്യകരമായൊരു വാർത്തയാണ്. റമീസിന്റെ കുടുംബം ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒളിവിൽ പോയാലൊന്നും കാര്യങ്ങൾ എളുപ്പമാവില്ല. ആ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാലോചിച്ച് നോക്കി, ഇയാളൊരു മനുഷ്യനാണോ? ആ കുടുംബം മനുഷ്യരാണോ എന്നാലോചിച്ച് നോക്കി.